നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ സമാധാന ശ്രമങ്ങളിൽ നിർണായക വഴിത്തിരിവ്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രായേലും ലെബനനും തമ്മിൽ ആദ്യമായി നേരിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ നടത്തി. വാഷിംഗ്ടണിൽ വെച്ച് നടന്ന ഈ കൂടിക്കാഴ്ച ചരിത്രപരമായ അവസരമെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിശേഷിപ്പിച്ചത്. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ നീക്കങ്ങൾ വിജയിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള അടുത്ത ഘട്ട ചർച്ചകൾ എവിടെ വെച്ച് നടക്കുമെന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. മേഖലയിൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സ്വാധീനം അവസാനിപ്പിക്കാനാണ് ഈ നീക്കത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇതിനായി നേരിട്ടുള്ള ചർച്ചകൾ തുടരാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സായുധ ഗ്രൂപ്പുകളെ പൂർണ്ണമായും നിരായുധരാക്കണമെന്ന കർശന നിലപാടാണ് ചർച്ചയിൽ ഇസ്രായേൽ സ്വീകരിച്ചത്. മേഖലയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്നും രൂക്ഷമായ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കാൻ നടപടികൾ വേണമെന്നും ലെബനൻ ആവശ്യപ്പെടുന്നുണ്ട്. 1993 ശേഷം ആദ്യമായാണ് ഇസ്രായേലിലെയും ലെബനനിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഒരു മേശയ്ക്ക് ഇരുപുറവും ഇരിക്കുന്നത്. ഔദ്യോഗികമായ നയതന്ത്ര ബന്ധമില്ലാത്ത ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. മാർച്ച് 2 ലെബനനിൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം 2000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. വാഷിംഗ്ടണിൽ ചർച്ചകൾ നടക്കുമ്പോഴും ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള ആക്രമണം തുടരുന്നുണ്ട്. വടക്കൻ ഇസ്രായേലിലെ പല പ്രദേശങ്ങളിലും മിസൈൽ ഡ്രോൺ മുന്നറിയിപ്പുകൾ മുഴങ്ങുന്നതും പതിവാവുകയാണ്. ഹിസ്ബുള്ളയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇരുപക്ഷവും സഹകരിക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നതായും അമേരിക്ക അറിയിച്ചു. ഈ സമാധാന ശ്രമം ദീർഘമേറിയ ഒന്നാണെങ്കിലും മേഖലയുടെ സുരക്ഷയ്ക്ക് ഇത് അനിവാര്യമാണെന്നും മാർക്കോ റൂബിയോ പറയുന്നു. ലെബനനിലെ ജനങ്ങളുടെ ദുരിതത്തിന് ഈ ചർച്ചകൾ അറുതി വരുത്തുമെന്ന് പ്രസിഡന്റ് ജോസഫ് ഔൺ പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷാ ചുമതല ലെബനൻ സൈന്യത്തിൽ മാത്രം നിക്ഷിപ്തമാവുക എന്നതാണ് ഏക പോംവഴിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ലെബനൻ സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് കണ്ടറിയണം. വാഷിംഗ്ടണിലെ ചർച്ചകളിലെത്തുന്ന തീരുമാനങ്ങൾ തങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ പൊളിറ്റിക്കൽ കൗൺസിൽ അംഗം വഫീഖ് സഫയാണ് ഈ നിലപാട് പരസ്യപ്പെടുത്തിയത്. ലെബനന്റെ തെക്കൻ മേഖലകളിലും രാഷ്ട്രീയത്തിലും ഹിസ്ബുള്ളയ്ക്ക് വലിയ സ്വാധീനമുണ്ടെന്നത് ചർച്ചകളുടെ വിജയം സംശയത്തിലാക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ പാകിസ്ഥാനിൽ വെച്ച് നടന്ന ചർച്ചകളിൽ ലെബനനെയും ഉൾപ്പെടുത്തണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രായേലും അമേരിക്കയും ഇത് തള്ളുകയായിരുന്നു. ഇറാന്റെ ആവശ്യത്തിന് മുൻപേ തന്നെ ലെബനൻ ഇസ്രായേൽ ചർച്ചകൾക്ക് അമേരിക്ക പദ്ധതിയിട്ടിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. നിലവിലെ സംഘർഷത്തെ തുടർന്ന് 10 ലക്ഷത്തോളം ആളുകളാണ് ലെബനനിൽ ഭവനരഹിതരായത്. യുദ്ധം വിതച്ച നാശനഷ്ടങ്ങളിൽ നിന്നും രാജ്യത്തെ കരകയറ്റാൻ വെടിനിർത്തൽ അനിവാര്യമാണെന്നും ലെബനീസ് പ്രതിനിധികൾ പറഞ്ഞു. എങ്കിലും ഹിസ്ബുള്ളയെ നിരായുധരാക്കുക എന്ന കടമ്പ മറികടക്കുക അത്ര എളുപ്പമല്ല. എന്തായാലും 30 വർഷങ്ങൾക്കിപ്പുറമാണ് ഇസ്രായേലും ലെബനനും തമ്മിൽ ചർച്ചകൾക്കിരിക്കുന്നത്. ലോകത്തിൽ സമാധാനം വേണ്ടതുണ്ട്. ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും അതിൽ നിബന്ധനകൾ ഉണ്ടാക്കാനും കരാറുകളിൽ ഏർപ്പെടാനും രാജ്യങ്ങൾക്ക് സാധിക്കുമ്പോൾ സമാധാനമുണ്ടാകും. എന്നാൽ ഹിസ്ബുള്ളയെ പോലെ, ഹമാസിനെ പോലെ, ഹൂത്തികളെ പോലെയുള്ള സായുധ സംഘങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹിസ്ബുള്ളയുടെ അടുത്തു നിന്നുള്ള ഇസ്രായേൽ വിരുദ്ധ ആക്രമണങ്ങളെ, തീവ്രവാദ പ്രവർത്തനങ്ങളെ തടയിടാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. പ്രതീക്ഷ നൽകുന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ.